ഡിസ്കസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 1 10th പ്രിലിം എക്സാം എഴുതുന്നവർക്കായിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് സീരീസാണ്. ഇന്നതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ എത്ര മാർക്കാണ് കിട്ടിയതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് വേഗം വീഡിയോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം വരുന്നത്, താഴെ പറയുന്നവയിൽ ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ബോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, കാർബോണിക് ആസിഡ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? താഴെ കുറച്ച് പ്രസ്താവന തന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയതിന് ശേഷം ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് തിരഞ്ഞെടുക്കണം. ഒന്നാമത്തെ പ്രസ്താവന, സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയുടെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഈ 3 പ്രസ്താവനകളിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്നാണ് പറയേണ്ടത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ ജെയും കെയുമാണ് ശരി. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. സഭയിൽ പ്രധാനമായിട്ടും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്ന പ്രസ്താവന തെറ്റാണ്. സഭയിൽ പ്രധാനമായിട്ടും 8 കമ്മിറ്റികളാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഏതാണ്? ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, നബാർഡ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയ നബാർഡാണ്. നബാർഡാണ് ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം. അടുത്ത ക്വസ്റ്റ്യൻ, ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എപ്പോൾ? ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എപ്പോൾ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഫെബ്രുവരി 10, ഫെബ്രുവരി 12, ഫെബ്രുവരി 2, ഫെബ്രുവരി 22. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ ഫെബ്രുവരി 2 ആണ്. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. വിവിധ ദേശീയ നേതാക്കൾ അവരുടെ കൃതികൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയല്ലാത്തത് ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു, ഇന്ത്യ ദി ഡിവൈഡ്സ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യ വിൻസ് ഫ്രീഡം സർദാർ വല്ലഭായ് പട്ടേൽ, വെയിറ്റിംഗ് ഫോർ എ വിസ ഡോക്ടർ BR അംബേദ്കർ. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് പറയേണ്ടത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ ഇന്ത്യ വിൻസ് ഫ്രീഡം ആണ്. ഇതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ രചനയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ രചനയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അടുത്ത ക്വസ്റ്റ്യൻ, താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത്? താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത്? NH 212, NH 213, NH 220, NH 544. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ NH 212 ആണ്. NH 212 താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്നത്. എല്ലാ വർഷവും 28-ാം ഓണം അഥവാ കന്നിമാസത്തിലെ തിരുവോണം നാളിൽ നടത്തുന്ന കേരളത്തിലെ ജലോത്സവം ഏത്? എല്ലാ വർഷവും 28-ാം ഓണം അഥവാ കന്നിമാസത്തിലെ തിരുവോണം നാളിൽ നടത്തുന്ന കേരളത്തിലെ ജലോത്സവം ഏതാണ്? കോട്ടപ്പുറം ജലോത്സവം, കല്ലട ജലോത്സവം, ചമ്പക്കുളം മൂലം വള്ളംകളി, ആറന്മുള ഉത്രട്ടാതി ജലോത്സവം. ഏതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ കല്ലട ജലോത്സവമാണ്. കല്ലട ജലോത്സവമാണ് 28-ാം ഓണം അഥവാ കന്നിമാസത്തിലെ തിരുവോണം നാളിൽ നടത്തുന്ന കേരളത്തിലെ ജലോത്സവം. സുരംഗങ്ങൾ ഉപയോഗിച്ചുള്ള ജലശേഖരണം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? സുരംഗങ്ങൾ ഉപയോഗിച്ചുള്ള ജലശേഖരണം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കാസർഗോഡ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയ കാസർഗോഡാണ്. കാസർഗോഡാണ് സുരംഗങ്ങൾ ഉപയോഗിച്ചുള്ള ജലശേഖരണം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട ശുപാർശകൾ സമർപ്പിച്ച കമ്മിറ്റികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട ശുപാർശകൾ സമർപ്പിച്ച കമ്മിറ്റികളിൽ ഉൾപ്പെടാത്തത് ഏത്? ബൽവന്ത് റായി മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, നരസിംഹം കമ്മിറ്റി, GVK റാവു കമ്മിറ്റി. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ നരസിംഹം കമ്മിറ്റിയാണ്. നരസിംഹം കമ്മിറ്റിയാണ് ഇതിൽ ഉൾപ്പെടാത്തത്. 2025 ഉദ്ഘാടനം ചെയ്ത ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? 2025 ഉദ്ഘാടനം ചെയ്ത ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നിസാമാബാദ്, കൊച്ചി, ന്യൂഡൽഹി, ഗാസിപൂർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ നിസാമാബാദാണ്. നിസാമാബാദാണ് 2025 ഉദ്ഘാടനം ചെയ്ത ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം. ഏതു മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് PM വിശ്വകർമ്മ?
ഏത് മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് PM വിശ്വകർമ്മ? ചെറുകിട കർഷകർ, പരമ്പരാഗത കൈത്തൊഴിൽ മേഖല, തെരുവ് കച്ചവടക്കാർ, ചെറുകിട കച്ചവടക്കാർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള പരമ്പരാഗത കൈത്തൊഴിൽ മേഖലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ച തിരുവിഴ ജയശങ്കർ ഏതു മേഖലയിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ്? 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് തിരുവിഴ ജയശങ്കറാണ്. അദ്ദേഹത്തിൻ്റെ ഏത് മേഖലയിലാണ് അദ്ദേഹം ശ്രദ്ധേയനായിട്ടുള്ളത്? ശാസ്ത്രീയ സംഗീതം, മൃദംഗം, വയലിൻ, നാദസ്വരം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയ നാദസ്വരമാണ്. നാദസ്വരമാണ് അദ്ദേഹം ശ്രദ്ധേയനായ മേഖല. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് കണക്ക് പ്രസിദ്ധീകരിച്ച സംസ്ഥാനം ഏത്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് കണക്ക് പ്രസിദ്ധീകരിച്ച സംസ്ഥാനം ഏതാണ്? ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ ബീഹാറാണ്. ബീഹാറിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് കണക്ക് പ്രസിദ്ധീകരിച്ച സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സംസ്ഥാനത്ത് പുതുതായി നിലവിൽ വന്ന ജില്ലയാണ് കുശാവതി? ഏത് സംസ്ഥാനത്ത് പുതുതായി നിലവിൽ വന്ന ജില്ലയാണ് കുശാവതി? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ ഗോവയാണ്. ഗോവയിലാണ് പുതുതായിട്ട് കുശാവതി എന്ന ജില്ല നിലവിൽ വന്നത്. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? ഡോക്ടർ KB മേനോൻ ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്? കടയ്ക്കൽ സമരം, കീഴഴിയൂർ ബോംബ് കേസ്, മൊറാഴ സംഭവം, MSP സമരം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ കീഴഴിയൂർ ബോംബ് കേസ്. ചുവടെ പറയുന്നവയിൽ കായികരംഗവുമായി ബന്ധമില്ലാത്ത പുരസ്കാരം ഏത്? ചുവടെ പറയുന്നവയിൽ കായികരംഗവുമായി ബന്ധമില്ലാത്ത പുരസ്കാരം ഏതാണ്? ധ്യാൻചന്ദ് അവാർഡ്, ഖേൽ രത്ന, ടെന്നീസ് നോർഗെ അവാർഡ്, സഞ്ജയ് ഗാന്ധി അവാർഡ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയ സഞ്ജയ് ഗാന്ധി അവാർഡാണ്. സഞ്ജയ് ഗാന്ധി അവാർഡ് പരിസ്ഥിതി ശാസ്ത്രത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഐരാപുരം, അങ്കമാലി, കൊല്ലം, വാളയാർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ ഐരാപുരമാണ്. ഐരാപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് നിലവിൽ വന്നത്. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? കഴ്സൺ പ്രഭു, റോബർട്ട് ബ്രിസ്റ്റോ, വാസ്കോഡ ഗാമ, അഡ്മിറൽ ലൂയിസ് മൗണ്ട് ബാറ്റൺ. ഇതിലേതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ റോബർട്ട് ബ്രിസ്റ്റോയാണ്. റോബർട്ട് ബ്രിസ്റ്റോയാണ് കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് കഫേ ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് കഫേ ആരംഭിച്ചത് എവിടെയാണ്? ഹൈദരാബാദ്, പൂനെ, മുംബൈ, ബംഗളൂരു. ഇതിലേതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ മുംബൈയാണ്. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് കഫേ ആരംഭിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. അത് എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിയിൽ നിന്നാണ് ഇത് എഴുതിയിട്ടുള്ളത്? കപാൽ കുണ്ടല, ആനന്ദമഠം, ദുർഗേഷ് നന്ദിനി, ദേവി ചൗധുരാണി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ ആനന്ദമഠമാണ്. ആനന്ദമഠത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി എടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആരാണ്? ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആരാണ്? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, കമല ചൗധരി, ദാക്ഷായണി വേലായുധൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയ ദാക്ഷായണി വേലായുധനാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കെ രാമകൃഷ്ണപിള്ള, വക്കം മൗലവി, അബ്ദുൾ റഹ്മാൻ, സി കേശവൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ വക്കം മൗലവിയാണ്. വക്കം മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ ഡോക്ടർ BR അംബേദ്കറാണ്. ഡോക്ടർ BR അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി ഏതായിരുന്നു? ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി ഏതായിരുന്നു? ബ്രിട്ടൻ, ഇന്ത്യ, റഷ്യ, ചൈന. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ റഷ്യയാണ്. റഷ്യയാണ് ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി.
2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഫ്രാൻസ് ആണ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏത്? കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏത്? മത്തി, അയല, ചൂര, ചെമ്മീൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ മത്തിയാണ്. മത്തിയാണ് കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം. പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമമാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഗ്ലാസ്, ജലം, വജ്രം, ശൂന്യത. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയ ശൂന്യത. ശൂന്യതയിലാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമാണ് മണ്ണുത്തി. അത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളം, വയനാട്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ തൃശ്ശൂർ. തൃശ്ശൂരിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി സ്ഥിതി ചെയ്യുന്നത്. നദികളും അവയുടെ ഉത്ഭവസ്ഥാനങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. നെയ്യാർ അഗസ്ത്യമല, പെരിയാർ ശിവഗിരിമല, ഭാരതപ്പുഴ ആനമല, പമ്പ നീലഗിരി. താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരുന്നത്. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ എൽ മാത്രം, അതായത് പമ്പ നീലഗിരി, ആ ഓപ്ഷനാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയാണ്. നെയ്യാർ അഗസ്ത്യമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, പെരിയാർ ശിവഗിരി മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ഭാരതപ്പുഴ ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്നാൽ പമ്പ നീലഗിരി നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് വിളയുടെ സങ്കര ഇനമാണ് ഗീതിക? ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് വിളയുടെ സങ്കര ഇനമാണ് ഗീതിക? 4 ഓപ്ഷൻസ് ഉണ്ട്. വെണ്ടയ്ക്ക, പാവയ്ക്ക, പയർ, തക്കാളി. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ പയറാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത്? ആന, കടുവ, പുലി, വരയാട്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയ വരയാടാണ്. വരയാടാണ് അവിടെ സംരക്ഷിക്കുന്ന മൃഗം. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, ഉത്തര മഹാസമതലം, ഉത്തരപർവ്വത മേഖല. ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഗാന്ധിജി, രവീന്ദ്രനാഥ് ടാഗോർ, ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ. ഇതിൽ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആയ രവീന്ദ്രനാഥ് ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോറാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചത്. കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. പെല്ലാഗ്ര, ബെറിബെറി, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, ഓസ്റ്റിയോപോറോസിസ്. ഇതിൽ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആയ ഓസ്റ്റിയോപോറോസിസ് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. സഹായഹസ്തം, വിദ്യാജ്യോതി, കരുത്ത്, ജ്യോതി. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ കരുത്താണ്. ഓക്കെ, കരുത്താണ് അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്? ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്? ബോയിങ് സ്റ്റാർ ലൈനർ, സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ, അപ്പോളോ, സോയൂസ് T-11 പേടകം. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള ബോയിങ് സ്റ്റാർ ലൈനറാണ്. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില എത്ര? പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില എങ്ങനെയാണ്? കൂടുന്നു, കുറയുന്നു, ആദ്യം കൂടുന്നു പിന്നെ കുറയുന്നു, വ്യത്യാസമില്ല. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള കുറയുന്നു എന്നാണ്. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില കുറയുന്നു. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവവുമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവവുമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര് എന്ത്? ഐസോമറുകൾ, ഐസോടോപ്പുകൾ, ഐസോബാറുകൾ, ഐസോട്ടോണുകൾ.
നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള ഐസോമറുകളാണ്. ഐസോമറിനെയാണ് ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളായിട്ട് കണക്കാക്കുന്നത്. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപവൽക്കരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനം ഏതാണ്? താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപവൽക്കരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. യാൾട്ട സമ്മേളനം, സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം, പാരീസ് സമ്മേളനം, പോസ്റ്റ്ഡാം സമ്മേളനം. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള പാരീസ് സമ്മേളനമാണ്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. 1-ാം പഞ്ചവത്സര പദ്ധതി, 5-ാം പഞ്ചവത്സര പദ്ധതി, 6-ാം പഞ്ചവത്സര പദ്ധതി, 10-ാം പഞ്ചവത്സര പദ്ധതി. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള 10-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 10-ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ കഴിയില്ല, ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ കഴിയില്ല, ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി. ഇതിൽ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആയ വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ കൊണ്ടുണ്ടാകുന്ന മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ കഴിയില്ല എന്ന് ഉദ്ദേശിക്കുന്ന ലക്ഷണമുള്ളത് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങൾ, സംസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായവ ഏത്? നറോറ ഉത്തർപ്രദേശ്, കൈഗ ഗുജറാത്ത്, കാക്രാപാർ കർണാടക, രാവത് ഭാട്ട രാജസ്ഥാൻ. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ എയും ഡിയും എന്നിവയാണ്. അതായത് നറോറ ഉത്തർപ്രദേശും രാവത് ഭാട്ട രാജസ്ഥാനുമാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ബാക്കി രണ്ടും തെറ്റാണ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് നടപടികൾ വിശദീകരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് നടപടികൾ വിശദീകരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 4 ഓപ്ഷൻസ്. അനുച്ഛേദം 51, അനുച്ഛേദം 81, അനുച്ഛേദം 61, അനുച്ഛേദം 71. ഇതിൽ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആയ അനുച്ഛേദം 61 ആണ്. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏത്? ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ദക്ഷിണായന രേഖ, ഉത്തരായന രേഖ, പ്രാദേശിക സമയരേഖ, ഭൂമധ്യരേഖ. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. ഓപ്ഷൻ ബി ആയിട്ടുള്ള ഉത്തരായന രേഖയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ നിലയം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ നിലയം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. കാക്രപാറ, കൽപ്പാക്കം, രാവത് ഭാട്ട, താരാപൂർ. ആദ്യത്തെ വാണിജ്യ ആണവ നിലയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള താരാപൂർ ആണ്. ഓക്കെ, താരാപൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ നിലയം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. NH 66, NH 183, NH 544, NH 248. ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത എന്നാണ്. സോ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയ NH 66 ആണ്. ഓക്കെ, NH 66 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏത്? മൗലിക അവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഭാഗം 4, ഭാഗം 4A, ഭാഗം 3, ഭാഗം 3A. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള ഭാഗം 3 ആണ്. ഓക്കെ, ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നത്. അടുത്ത ചോദ്യം, 2026 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? 2026 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. യാങ് ഷിവാങ്സി, ഡേവിഡ് ഡയപ്പ്, അരുന്ധതി റോയ്, ബെഞ്ചമിൻ ലാബർട്ട്. ഇതിലേതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള യങ് ഷിവാങ്സി ആണ്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഷുവറായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത ചോദ്യം, ചെറുക്ക് ഭരണഘടന എന്നറിയപ്പെട്ട 42ാം ഭരണഘടനാ ഭേദഗതി ബിൽ 1976 ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി ആര്? ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതിൻ്റെ ബിൽ 1976 ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി ആരാണ്? ശാന്തി ഭൂഷൺ, HR ഗോഖലെ, ഹൻസ് രാജ് ഖന്ന. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള HR ഗോഖലെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയ സംസ്ഥാനം ഏത്?
ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്, ഹരിയാന, ആസാം, മണിപ്പൂർ. ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള മണിപ്പൂറാണ്. ഓക്കെ, മണിപ്പൂറാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയ സംസ്ഥാനം. മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്ത്? മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്ത്? അയൺ ഓക്സൈഡ്, അലുമിനിയം ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ്. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള അയൺ ഓക്സൈഡ് ആണ്. ഓക്കെ, അയൺ ഓക്സൈഡ് കാരണമാണ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ മാർക്സ് എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിലേ ഇതുപോലുള്ള വീഡിയോസ് എനിക്ക് ഇടാനായിട്ടൊരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും താങ്ക് യു.